പുതുവത്സരവേളയിൽ സർക്കാരിൻ്റെ ഒരു സമ്മാനമാണ് അധിവാസ രേഖ അല്ലെങ്കിൽ നേറ്റിവിറ്റി കാർഡ്. ഇത് നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് സംസ്ഥാന സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം 5 മുതൽ 11 വരെയാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട രേഖകളും പൗരത്വം സംബന്ധിച്ച നയപരമായ കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്നത്. ഇതിൽ നിന്നും വ്യത്യസ്തമായാണ് ഒരു സംസ്ഥാന സർക്കാർ ഇവിടെ താമസിക്കുന്ന ആളുകൾക്കായി അവരുടെ ജോലി, വിദ്യാഭ്യാസം, ക്ഷേമ പെൻഷൻ എന്നിവയ്ക്കായി ഒരു പ്രത്യേക കാർഡ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരത്തിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ആളുകൾ വില്ലേജ് ഓഫീസുകൾ തോറും കയറി ഇറങ്ങുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ്. സാധാരണഗതിയിൽ ഇത്തരം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കേവലം ഒരു പ്രാവശ്യം ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഫോട്ടോ പതിച്ച ഹോളോഗ്രാമുള്ള ഒരു നേറ്റിവിറ്റി കാർഡാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കേരളത്തിൽ താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള അനുച്ഛേദത്തിനകത്ത് കൃത്യമായി പൗരത്വവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ കൂടി ഉൾക്കൊണ്ട് നടപ്പിലാക്കിയാൽ മാത്രമേ ഇതിന് നിയമപരമായി ഒരു സാധുത വരികയുള്ളൂ. ഇതിൽ അനുച്ഛേദം 11 കൃത്യമായി എങ്ങനെയായിരിക്കണം പൗരത്വവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്നുള്ള കാര്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏക പൗരത്വമുള്ള ഒരു സംസ്കാരമാണ് നമുക്കുള്ളതെങ്കിൽ അത്തരത്തിലുള്ളൊരു നിയമമാണ് നമുക്കുള്ളത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ അധിവസിക്കുന്ന സ്റ്റേറ്റിനും ഒപ്പം അതുകൂടാതെ രാജ്യത്തു നിന്നും 2 പൗരത്വം വീതം നൽകുന്നുണ്ട്. നമുക്കതില്ല, ഒറ്റ പൗരത്വം മാത്രമാണ് കേരളത്തിൽ ഉള്ളത്. എന്തായാലും അധിവാസ രേഖ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ അധിവാസ കാർഡ് നൽകുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ഉയർന്നു വന്ന ഒരു സാഹചര്യം ഒരു വർഷം മുമ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്ന് കെട്ടടങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. പൗരത്വ രേഖ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സമാന്തരമായ ഒരു കാർഡാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ നമുക്കിതിന് പറയാൻ കഴിയും. പക്ഷേ ആധാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പാൻ കാർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ നേറ്റിവിറ്റി കാർഡ് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഒരു ചോദ്യമായി നിലനിൽക്കുന്നത്. പൗരത്വവുമായി ഉള്ള എല്ലാ കാര്യങ്ങളുടെയും അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്. അത് അനുച്ഛേദം 11 വ്യക്തമായി പറയുന്നുണ്ട്. പൗരത്വ നിയമ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനുമുള്ള പൂർണ്ണാധികാരം കേന്ദ്രത്തിനാണ് അല്ലെങ്കിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഏജൻസിക്കാണ്. നമ്മുടെ സംസ്ഥാനത്തിന് അത്തരത്തിൽ ഒരു നിയമനിർമ്മാണം നടത്താനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാനോ ഉള്ള സാഹചര്യമില്ല. അതേസമയം ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിയമപരമായി ഇതിലെന്തൊക്കെ സാധുതകളുണ്ട്, പുതിയ അധിവാസ കാർഡ് നമുക്ക് വരുമ്പോഴേക്കും അല്ലെങ്കിൽ നേറ്റിവിറ്റി കാർഡ് നമുക്ക് ലഭിക്കുമ്പോഴേക്കും ഏതൊക്കെ തരത്തിലുള്ള സഹായങ്ങൾ നമുക്ക് ലഭിക്കും, അതിൻ്റെ നിയമപരമായ കാര്യങ്ങൾ ഇതൊക്കെ കൃത്യമായും ചർച്ച ചെയ്യപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട കാർഡ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞിരിക്കുന്നു. തഹസീൽദാർമാർക്കാണ് ഈ കാർഡ് നൽകുന്നതിന് വേണ്ടിയുള്ള പൂർണ്ണ ചുമതലയും ഉത്തരവാദിത്വവും. നമുക്കറിയാം, വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായാലും ജോലി സംബന്ധമായ കാര്യങ്ങൾക്കായാലും അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കുമൊക്കെ ആയി നമ്മൾ ഈ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നമ്മൾ വില്ലേജ് ഓഫീസുകൾ തോറും കയറി ഇറങ്ങുന്ന പതിവുണ്ട്. പക്ഷേ കേന്ദ്രവുമായി ബന്ധപ്പെട്ട ജോലികൾ, പട്ടാളത്തിൽ പോകാനോ അല്ലെങ്കിൽ മിലിറ്ററി സർവീസിലോ അല്ലെങ്കിൽ ആർമിയിലോ എയർഫോഴ്സിലോ നേവിയിലോ ഒക്കെ പോകണമെങ്കിൽ ഇതിന് സാധുതയുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഒരു കാര്യം നല്ലത് തന്നെയാണ്. കേരളത്തിൽ അധിവസിക്കുന്ന ഒരാൾക്ക്, മലയാളിയായ ഒരാൾക്ക് ഇവിടുത്തെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അത് നൽകുന്നതിന് വേണ്ടി സർക്കാർ എടുക്കുന്ന ഈ മുൻകൈയെ വലിയ തരത്തിൽ നമുക്ക് സന്തോഷത്തോടെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കണം. പ്രത്യേകിച്ചും പല ആളുകൾക്കും, അതായത് സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകൾ, വർഷങ്ങളായി സംസ്ഥാനത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകൾ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്കായി നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം, അല്ലെങ്കിൽ അധിവാസ രേഖകൾ വേണം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അവർ ഒരുപാട് നൂലാമാലകളുടെ പിന്നാലെ ഓടി നടക്കേണ്ടി വരും. ഇനി താഴെ തട്ട് മുതൽ അവർ അതിൻ്റെ രേഖകൾ തയ്യാറാക്കുന്നതിന് വേണ്ടി വലിയ തരത്തിലുള്ള നീക്കങ്ങൾ തന്നെ നടത്തേണ്ടി വരും. പ്രത്യേകിച്ചും അത്തരം നീക്കങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി കൃത്യമായ രേഖകൾ തയ്യാറാക്കിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നേറ്റിവിറ്റി കാർഡ് നൽകുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ആളുകൾ, അവർക്ക് കേരളവുമായുള്ള ബന്ധം, അച്ഛനോ അമ്മയോ കേരളത്തിൽ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര നാളായി കേരളത്തിൽ അവർ താമസിക്കുന്നു, ഇങ്ങനെ കുറേ കാര്യങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അതിൽ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതി നല്ലത് എന്ന് തന്നെ പറയാൻ കഴിയും. പക്ഷേ ഇതിൻ്റെ നിയമവശം,
ഇത് മറ്റേതെങ്കിലും ഒരു കാർഡിനോ മറ്റേതെങ്കിലും ഒരു നിയമത്തിനോ സമാന്തരമായി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിയമപരമായി ഇതിന് മുന്നോട്ട് പോകാൻ വലിയ തരത്തിലെ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പൗരത്വ നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള ചർച്ചകൾ, അതുപോലെ തന്നെ അതിനപ്പുറത്തേക്ക് ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി തന്നെ പ്രസംഗിച്ചതുമാണ്. എന്തായാലും ഈ രേഖകൾ തയ്യാറാക്കുന്ന കാര്യത്തിൽ ഇവിടെ ഒരു പ്രധാന പ്രശ്നം വന്നിരിക്കുന്നത്, ഈ നമ്മുടെ മലബാർ മേഖലയിലൊക്കെ തന്നെ താമസിക്കുന്ന ആളുകളിൽ പലർക്കും അവർ ജന്മം കൊണ്ട് മലയാളികൾ അല്ലെങ്കിൽ കേരളീയരാണ്, മലയാള ഭാഷ സംസാരിക്കുന്നവരാണെങ്കിൽ പോലും അവർക്ക് ഇതുവരെയായും ഇത്തരത്തിൽ അധിവാസ രേഖ അല്ലെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരാണ്. അവരെ കൂടി നമ്മളോടൊപ്പം ചേർക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന പുതിയ പദ്ധതി അത് വളരെ നല്ലതാണ്. അതിനകത്ത് കൃത്യമായി അവർ തയ്യാറാക്കിയിരിക്കുന്ന ഉത്തരവ്, ആ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞിലേക്ക് ഉത്തരവ് 2-ാം ഖണ്ഡികയിൽ കൃത്യമായി കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ പുറത്ത് താമസിക്കുന്ന ആളാണെങ്കിൽ തന്നെയും അവരുടെ അച്ഛനോ അമ്മയോ കേരളത്തിനകത്തുണ്ടായിരുന്നാൽ മതി, അവർ കേരളത്തിൽ താമസിക്കുന്നവരായിരിക്കണം. അതല്ലെങ്കിൽ രണ്ടുപേരും കേരളത്തിൽ ഉണ്ടായിരുന്നവരാണ്, പ്രത്യേകിച്ച് എന്തെങ്കിലും ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് പുറത്തേക്ക് പോയവരാണ്. ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പുതിയ ഈ രേഖ നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ സാധുതകൾ കൂടി ആളുകളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ആവശ്യകത സർക്കാരിനുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്കുണ്ട്. ധൃതി പിടിച്ച് നടപ്പിലാക്കുമ്പോൾ ആളുകൾക്കുണ്ടാകുന്ന സംശയങ്ങൾ നിരവധിയാണ്. സമാന്തരമായൊരു രേഖയായി ചിലപ്പോൾ ഇതൊക്കെ ചിലർ കാണപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ പൗരത്വവുമായി ഇതിനെന്തെങ്കിലും തരത്തിലെ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ ഇതിൻ്റെ നിയമസാധുതകൾ എവിടെ വരെയാണ്, ഇതെന്തൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കാം, ഇതുപയോഗിക്കുന്നത് കൊണ്ടുള്ള നമ്മുടെ നേട്ടങ്ങൾ എന്തൊക്കെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് കൂടി ഒരു വ്യക്തത വരുത്താതെ ധൃതി പിടിച്ച് നടത്തുന്നതിനോടുള്ള ചില വിയോജിപ്പുകൾ പല സ്ഥലങ്ങളിൽ നിന്നും ഉയർന്നു വന്നിട്ടുണ്ട്. നിലവിൽ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ കക്ഷികളോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റാരും തന്നെ എതിർ ശബ്ദം ഉയർത്തിയിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ്. പ്രത്യേകിച്ചും നമ്മൾ താമസിക്കുന്ന ഭൂമിയിൽ നമ്മൾ ഈ നാട്ടുകാരനാണ് തെളിയിക്കുന്നൊരു രേഖയ്ക്ക് വേണ്ടി നമ്മൾ ഓഫീസുകൾ തോറും കയറി ഇറങ്ങി ബുദ്ധിമുട്ടുമ്പോൾ സ്ഥിരമായി ജീവിതകാലം മുഴുവനും നമുക്ക് ഉപയോഗിക്കുന്ന തരത്തിലൊരു കാർഡ്, അതും നന്നായി പ്രിൻ്റ് ചെയ്ത് അതിനകത്ത് ഹോളോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു കാർഡ് നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്കുണ്ടാകുന്ന ഉപയോഗം, നേട്ടം വളരെ വലുതാണ്. പക്ഷേ അതിന് പിന്നിൽ എന്തൊക്കെ നിയമസാധുതകളുണ്ട് എന്നത് കൂടി വ്യക്തമാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്.